ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ്. പ്രായോഗിക ബുദ്ധി കൂടുതലുള്ളവരായിരിക്കും ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണാനും അസാധാരണമായ കഴിവ് ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ ഇവർക്കുള്ള കഴിവ് ഒരു പ്രത്യേകതയാണ്. സ്നേഹം തോന്നുന്നവരോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുകയും ഇഷ്ടമില്ലാത്തവരോട് അകന്നു കഴിയുമെങ്കിലും അവരോട് എതിരി നിൽക്കാൻ സാധാരണഗതിയിൽ ശ്രമിക്കുകയില്ല. അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അവരോട് വിധേയത്വം ഭാവിക്കുകയും ചെയ്യുമെങ്കിലും സ്വന്തം ഇഷ്ടമനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ അന്യരുടെ അഭിപ്രായങ്ങളിൽ സ്വീകാര്യമായവ സ്വീകരിക്കാൻ മടിക്കുകയില്ല. അന്യർക്ക് വേണ്ടി അധ്വാനിക്കുമെങ്കിലും സ്വന്തം കാര്യങ്ങൾ ബലി കഴിക്കാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. മഹാമനസ്കതയോടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന സ്വഭാവം ഉണ്ടാകും. വേദനിക്കുന്നവരെ സഹായിക്കാൻ സന്നദ്ധത കാണിക്കും. പക്ഷേ പണനഷ്ടം ഒഴിവാക്കാൻ ശ്രമിക്കും. കൊടുക്കൽ വാങ്ങലുകളിൽ എങ്ങനെയെങ്കിലും വിജയം നേടാൻ ശ്രമിക്കും. ജനിച്ച വീട് അനുഭവത്തിൽ വരികയില്ല. മാതാപിതാക്കളോട് അടുപ്പക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ മാതാപിതാക്കളെ പുകഴ്ത്തി പറയുകയും അവരുടെ മഹത്വത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. മാതാവിനോട് പ്രത്യേകമായ വിധേയത്വം ഉണ്ടാകും. മധ്യവയസ്സോടു കൂടി ദൂരസ്ഥലത്ത് സ്ഥിര താമസമാക്കാൻ സാധ്യതയുണ്ട്. എതിർപ്പുകളും ശത്രുതയും എന്നും നേരിടേണ്ടി വരും. അടുത്തിടപെടുന്നവർ അസൂയാലുക്കളായി മാറും. അപവാദങ്ങൾ സഹിക്കേണ്ടി വരും. പക്ഷേ അതൊന്നും അത്ര കാര്യമാക്കുകയില്ല. അസാധാരണമായ മനഃശക്തി ഉണ്ടാകും. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും മധ്യവയസ്സ് മുതൽ എന്തെങ്കിലും ഔഷധം തുടർച്ചയായി കഴിക്കേണ്ടി വരും. ബാല്യകാലത്ത് രക്തദൂഷ്യ രോഗങ്ങൾ മൂലം ക്ലേശിക്കും. 30 വയസ്സ് വരെ പലവിധ ബുദ്ധിമുട്ടുകളും സഹിക്കും. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 38 വയസ്സ് മുതൽ അത്ര മെച്ചമായിരിക്കുകയില്ലെങ്കിലും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇടയാകും. വിവാഹത്തിന് കാലതാമസം വരാൻ സാധ്യതയുണ്ട്. വിവാഹം കൊണ്ട് കാര്യമായ സാമ്പത്തിക നേട്ടം ഉണ്ടായെന്ന് വരികയില്ല. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. സന്താനങ്ങളുടെ ഉയർച്ച മൂലം ആഹ്ലാദിക്കാൻ ഇടവരും. ചിത്തിര നാളിൽ ജനിച്ച സ്ത്രീകളുടെ വിവാഹം വളരെ നേരത്തെയോ വളരെ താമസിച്ചോ ആകാൻ സാധ്യതയുണ്ട്. ഭർത്താവിനെ വക വയ്ക്കായിക മൂലം പലവിധ ബുദ്ധിമുട്ടുകളും വിവാഹ ജീവിതത്തിൽ ഉണ്ടാകും. ചിത്തിര നക്ഷത്രത്തിന്റെ ദേവത തുഷ്ടാവാണ്. ഗണം അസുരം, യോനി സ്ത്രീ, ഭൂതം അഗ്നി, മൃഗം ആൺപുലി, പക്ഷി കാകൻ, വൃക്ഷം കൂവളം, രത്നം ചെമ്പവിഴം. ഭാഗ്യനിറം നാനാ നിറങ്ങൾ. ഭാഗ്യസംഖ്യ 9. താങ്ക് യു.